Assalamualaikum. Welcome back to my channel. It's me, Shanu. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരടിപൊളി ഈവനിങ് സ്നാക്ക് ആയിട്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വന്നു എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചിക്കൻ ഉണ്ടോ എങ്കിൽ നമുക്കത് ടപ്പെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കണ്ട, സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് കട്ട്ലേറ്റുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല, നിങ്ങൾ കാണുന്നതിന്റെ കുഴപ്പം മാത്രമാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വേഗം ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കാൻ മറക്കല്ലേ. ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ഗ്രാമോളം ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഗ്ലാസിന്റെ അടിവശം വെച്ചിട്ട് ഇതുപോലെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈൻ പേസ്റ്റ് ആയി പോട്ടോ. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് 2 സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, കറി ലീഫും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടെടുക്കുക. പിന്നീട് ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ 300 ഗ്രാം ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിലായാലും കിഴങ്ങിലായാലും ഒക്കെ ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ബോളാക്കി ഷേപ്പ് ചെയ്യണം. ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോളയിലായാലും കിഴങ്ങിലായാലും വെള്ളം ഉള്ളത് കൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോളാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിനല്ല കേട്ടോ, നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഷേപ്പ് ചെയ്യൂലേ അതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ഇതെല്ലാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പരന്നിട്ടുള്ള ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുമ്പിന്റെ ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം അധികം എണ്ണ ചെലവും ഇല്ല, പിന്നെ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അവിടെ ഇവിടെയും വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 3 വെച്ച് ചെയ്തിട്ടുണ്ട്. തട്ടൊക്കെ പൊട്ടാണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മൊത്തം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്താ സ്മെല്ല് എന്നറിയോ? അടിപൊളി സ്മെല്ലാണ്, മൂക്കിലേക്ക് അടിച്ച് തുളച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സവോളയൊക്കെ അതുപോലെ തന്നെ ചേർത്തത് കൊണ്ട് എണ്ണയിൽ കിടന്നപ്പോൾ അതിൻ്റെ ആ മൊരിഞ്ഞ ഉള്ളിവടയുടെ സ്മെല്ലും കിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് കട്ട്ലേറ്റിന്റെ സ്മെല്ലും എല്ലാം കൂടെ ഒരു ജിങ്ക ലാല സൂപ്പർ സ്നാക്ക് ഉണ്ടാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ മൂക്കിലേക്ക് അടിച്ച് കയറാണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. സത്യം പറയാലോ, അടിപൊളി അട്ടാറ് ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഇരുത്തിയപ്പോൾ തന്നെ ഇത് പാത്രം കാലിയായ വഴി അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു.